നമസ്കാരം, എൻ്റെ പേര് ശബരീഷ്. ഞാൻ എറണാകുളം ജില്ലയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഈ നഗരവൽക്കരിക്കപ്പെട്ട ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മനുഷ്യർ തമ്മിലുള്ള അകലം വല്ലാതെ കൂടുകയും വീടുകൾ തമ്മിലുള്ള അകലം വല്ലാതെ കുറയുകയും ചെയ്യുന്നതാണ് ഈ നഗരവൽക്കരിക്കപ്പെട്ട ഗ്രാമം. ഞാൻ അത്തരത്തിൽ ക്ലോസ് ആയി താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന്. എത്രത്തോളം ക്ലോസ് ആണെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ ആൻ്റണി പെരുമ്പാവൂരും പോലെ. ഒരു ഉദാഹരണത്തിന്, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ദിവാരേട്ടൻ വൈഫൈ മേടിച്ചു, ഞാൻ സിനിമ ഡൗൺലോഡ് ചെയ്തു. എൻ്റെ അച്ഛന് OTP കിട്ടി, ദിവാരേട്ടൻ പോയി വാക്സിനേഷൻ എടുത്തു. അത്രയ്ക്ക് ക്ലോസ് ആണ് ഞങ്ങൾ. ഞാൻ ഈ ഒരു കാലയളവിൽ വീട്ടിലിരുന്ന് കല്യാണത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങി. എനിക്ക് 24 വയസ്സായുള്ളൂ, എന്നാലും ഞാൻ കല്യാണത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങി. എൻ്റെ കല്യാണമല്ല, എൻ്റെ അടുത്ത കൂട്ടുകാരുടെയോ ബന്ധുക്കാരുടെയോ ആരുടെയും കല്യാണം. അതാകുമ്പോൾ ഫ്രീ ആയിട്ട് പോയി ഭക്ഷണം കഴിക്കാമല്ലോ. ഞാൻ പൊതുവേ അങ്ങനെ ഇപ്പം എനിക്ക് വേണേൽ പറയാം, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കല്യാണത്തിനൊന്നും പങ്കെടുക്കാറില്ല എന്നെനിക്ക് പറയാം. പണ്ടൊന്നും എന്നെ ആരും വിളിക്കാറില്ല എന്നതാണ് കാരണം. ഇത് തന്നെയാണ് കാര്യം. കാരണം ഞാൻ നല്ലൊരു ഫുഡിയാണ്, ഞാൻ നല്ല ഭക്ഷണപ്രിയനാണ്. ഈ പൊതുവേ നമുക്ക് ഫുഡികളെല്ലാം ഭക്ഷണപ്രിയന്മാരെ പെട്ടെന്ന് കണ്ടെത്താം. ഈ കല്യാണ പാർട്ടിക്കൊക്കെ 2 തരം ആളുകളേ ഉള്ളൂ. ഒന്ന് ഈ വെൽക്കം ഡ്രിങ്ക് കഴിച്ച് അകത്തുപോയി ഭക്ഷണം കഴിച്ച് നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നു. 2 എന്ന് പറയുന്നത് വെൽക്കം ഡ്രിങ്ക് കഴിച്ച് അകത്തുപോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ഈ വെൽക്കം ഡ്രിങ്ക് കഴിച്ച് മനസ്സോടെ പോകുന്നവർ ഞങ്ങൾ ഫുഡീസ്. എനിക്ക് ഈ ഭക്ഷണത്തോടുള്ള കമ്പം കിട്ടിയത് എൻ്റെ മുത്തച്ഛൻ്റെ നിന്നാണ് പൊതുവേ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും പറയുന്നത്. മുത്തച്ഛൻ, ഞാൻ ഈ അടുത്ത് ഒരു കല്യാണ പാർട്ടിക്ക് പോയി. അവിടെ ചെന്ന് മുത്തച്ഛൻ എല്ലാ ഫുഡ് കൗണ്ടറുകളും ഇങ്ങനെ നോക്കി ചെന്നിട്ട് പറഞ്ഞു, ആ ലാസ്റ്റത്തെ ഫുഡ് കൗണ്ടറിൽ ഒരുത്തൻ ഫുഡ് തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരെൻ്റെ മുത്തച്ഛന് ഫുഡ് കൊടുക്കാതെ എന്നറിയാൻ വേണ്ടി ഞാൻ ചെന്ന് പോയപ്പോൾ അത് അവിടുത്തെ DJ ആയിരുന്നു. മുത്തച്ഛൻ അതിങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞു, ഇവൻ ഈ കുറേ നേരം ഈ ഗ്യാസ് അടുപ്പും വെച്ച് നിൽക്കുന്നു, ഇവൻ എനിക്കൊരു ചപ്പാത്തി പോലും ചുട്ട് തരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മുത്തച്ഛ അത് DJ. പിന്നെ നീ എന്താണ് കമോൺ എവരിബഡി ഒന്ന് വിളിച്ച് അപമാനിക്കുന്നത്? മുത്തച്ഛന് ഇപ്പോൾ ഏകദേശം പെട്രോൾ വിലയുടെ അത്രയും പ്രായമുണ്ട്. പെട്രോളിൻ്റെയും മുത്തച്ഛൻ്റെയും കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനേ ഉള്ളൂ, രണ്ടും ഏത് നിമിഷം വേണേൽ മേലേക്ക് പോവാം. മുത്തച്ഛന് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ അടുത്ത് നാട്ടിലെ മുത്തശ്ശിയെയും കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോയതും മുത്തച്ഛൻ എന്നെ കണ്ടതും ആദ്യമേ ചോദിച്ചൊരു കാര്യം, മോനെ മഹേഷേ, നീ എനിക്ക് കൊണ്ടുവരാറുള്ള മാർഗരറ്റ പിസ്സ കൊണ്ടുവന്നിട്ടുണ്ടോ? അതായത് എൻ്റെ പേര് ശബരീഷ്. മുത്തച്ഛൻ എന്നെ ഓർമ്മയില്ല, പക്ഷെ മാർഗരറ്റ പിസ്സ നല്ല ഓർമ്മയുണ്ട്. അത്ര വലിയ ഫുഡിയാണ് മുത്തച്ഛൻ. അപ്പം ഞാൻ പറഞ്ഞു, മുത്തച്ഛ അതിപ്പോൾ പഴയ പോലെ ഞാൻ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, ഇതിപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും കിട്ടും, ഇപ്പോൾ വീട്ടിലൊക്കെ കൊണ്ടുതരും. ഹോം ഡെലിവറി ഒക്കെ സജീവമായ ഒരു കാലമാണ്. ഇത് കേട്ടോ മുത്തശ്ശി ഓടി എന്ന് പറഞ്ഞു, എടാ ഹോം ഡെലിവറി ഒക്കെ ഇപ്പോഴാണ് സജീവമായി. നിൻ്റെ അച്ഛൻ, വല്യച്ഛൻ, കൊച്ചച്ഛൻ 3 പേര് ഹോം ഡെലിവറിയാണ്. അക്കാലത്ത് ഹോം ഡെലിവറി. ഓക്കെ, ഞങ്ങൾ അവസാനം അപ്പം മുത്തച്ഛന് ആഗ്രഹമുള്ള മാർഗരറ്റ പിസ്സയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം മുത്തച്ഛൻ എപ്പോഴും ജീവിതത്തിൽ വല്ലാത്തൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. മുത്തശ്ശി അങ്ങനെയല്ല. ഈ മുത്തശ്ശി രാവിലെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരമകോളമാണ്. മുത്തശ്ശിയുടെ ആരെങ്കിലും മരിച്ചുപോയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ചരമകോളാണ്. മുത്തച്ഛൻ അങ്ങനെയല്ല, മുത്തച്ഛൻ ഫുൾ പോസിറ്റീവാണ്. മുത്തച്ഛൻ ആദ്യം പേപ്പർ എടുത്താൽ നോക്കുന്നത് മാട്രിമോണിയൽ കോളാണ്. ഏതെങ്കിലും 60 വയസ്സ് കഴിഞ്ഞ യുവതി 90 വയസ്സ് കഴിഞ്ഞ യുവാവിനെ തേടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഫുൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഞാൻ അങ്ങനെ ഇറങ്ങാൻ നേരത്ത് മുത്തശ്ശി എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ശബരീഷേ, നിൻ്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല. മുത്തശ്ശനും അതേപോലെയായിരുന്നു. മുത്തശ്ശനും എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ശബരീഷേ, നിൻ്റെ കല്യാണത്തിന് മുത്തശ്ശി ഉണ്ടാവുമോ എന്നറിയില്ല, പക്ഷെ സദ്യ മേലെടുത്ത് നമ്പൂരിയുടെ തന്നെ മതി, അതാകുമ്പോൾ പായസം കേമോ. അത്ര വലിയ ഫുഡിയാണ് എൻ്റെ. താങ്ക് യു.